ഉണ്ണിയല്ലേ ഇന്നലെ പറഞ്ഞേ ഉണ്ണിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന്. ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ചിക്കൻ ഒന്നും കഴിച്ചില്ലേ പറഞ്ഞില്ലേ? പറഞ്ഞു. അത് കേട്ടിട്ട് അമ്മമ്മ ഇൻസ്റ്റാമാർട്ടില് ഒരു 400 ഗ്രാം ബോൺലെസ് ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ വിദ്യമ്മ കരുതി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അധികം ആർഭാടങ്ങളൊന്നുമില്ല, കുഞ്ഞൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിക്ക് നമുക്ക് സാലഡ് വേണം. ആദ്യം അമ്മ കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള തൈര് ഇട്ട് സാലഡിനുള്ളത് ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. ഇത് പ്രോബയോട്ടിക് തൈരല്ലേ അമ്മ? പ്രോബയോട്ടിക് തൈരാണ്. നല്ലതാട്ടോ പ്രോബയോട്ടിക്. നന്ദിനീൻ്റെ പാലും തൈരും എല്ലാം നല്ല സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിക്കുള്ള തൈര് സാലഡ് ഉണ്ടാക്കുന്നത്. ഇനി ചിക്കൻ്റെ അമ്മമ്മ അവിടെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ മാരിനേഷൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ. അപ്പം നമ്മൾ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തു, ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അതിലേക്ക് ഇനി മാരിനേഷന് വേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഉപ്പ് നമുക്ക് ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. എനിക്ക് ചെറിയ കോൾഡുണ്ട്, അതാണ് ഈ മൂക്കിടയ്ക്കിടയ്ക്ക് വലിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല. എന്നാലും ഇത് ബിരിയാണി മസാല, നമ്മൾ ഡോക്ടർ ബീൻ്റെ ബിരിയാണി മസാലയാണ്. നല്ല മസാല ഇത്. ബിരിയാണി മസാലയും കുറച്ച് ചെറിയ സ്പൂണിന്, ഈ ഒരു ചെറിയ സ്പൂണിനാണ് ഇട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സവോള സ്ലൈസ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചത് അതിട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ച് ചേർക്കാനുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഒരു 8-9 ഇല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഇല്ലി കറിവേപ്പില. പിന്നെ ഇവിടെ മല്ലി പുതിന ഇല്ല. അപ്പോൾ ഇത് വെസ്റ്റ് ഇൻഡീസിലൊക്കെ കാണുന്ന, ഏഷ്യയിലൊക്കെ കാണുന്ന, ലാറ്റിൻ അമേരിക്കയിലൊക്കെ കാണുന്നൊരു കുലാൻഡ്രോ എന്ന് പറയും. നമ്മുടെ മല്ലിയിലയാണ്. കുലാൻഡ്രോൻ്റെ മണവും ഗുണവും ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് കുലാൻഡ്രോ. നമുക്ക് വീട്ടിലൊക്കെ അത് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലേൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇതാണ് ചേർക്കാറ്. ഇലയാണ് കാണുന്നത്. അപ്പോൾ ഈ ഇലയാണ് നമ്മൾ മല്ലിയിലേൻ്റെ ആവശ്യത്തിന് ചേർക്കാറുള്ളത്. ഇതാണ് ചേർക്കുന്നത്. പുതിന ഇല്ല, സാരില്ല. ഇതൊരു സിമ്പിൾ ബിരിയാണിയല്ല. ഇതൊന്ന് ചതച്ചിട്ട് ഞാൻ അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ചതച്ചെടുത്തു. ഒരു റഫ്ലി ചതച്ചാൽ മതി കേട്ടോ, നാഗ് പേസ്റ്റ് ആക്കൊന്നും വേണ്ട. റഫായിട്ട് ചതച്ചു. ഇനി ഇത് നമ്മൾ ഒരു ചെറിയൊരു ഇല ഞാൻ നമ്മുടെ സാലഡിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെച്ചു. എനിക്കിഷ്ടമാണ് സാലഡിൽ മല്ലിയിലേൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. ഇതിനി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കണം. നന്നായിട്ട് കുഴയ്ക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് തൈര് എടുക്കട്ടെ. ഇതും പ്രോബയോട്ടിക് തന്നെയല്ലേ? അതെ അതെ, പ്രോബയോട്ടിക് തൈരാകുമ്പോൾ നല്ലതാണ്. കുറച്ച് തൈര് ഒഴിച്ചു. ഇതൊന്ന് കൈ കൊണ്ട് നന്നായി കുഴയ്ക്കുക. അതിന് ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. മിക്സ് 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 മിക്സ്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഞാൻ കുഴച്ചു. ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് കുഴച്ചു. ഉപ്പൊക്കെ ഞാൻ നോക്കി. ചിക്കനിലേക്കുള്ള ഉപ്പ് ഒരു ഇത്തിരി കുറവുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് ഇനി ഒരു
സ്റ്റൈലാണ്, ഒരു സിമ്പിളായിട്ടുള്ള വഴിയാണ്. അതായത് കുറച്ച് മടിയന്മാർക്ക്, എന്നെപ്പോലത്തെ കുറച്ച് മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ബാക്കി ഉപ്പ് നമ്മുടെ റൈസിലും കൂടി ആവുമ്പോൾ അത് സെറ്റാവും. ഇതെല്ലാം നന്നായി തട്ടിക്കൂട്ടി വയ്ക്കുക, അടച്ച് വയ്ക്കുക. എന്നിട്ടിനി 1 മണിക്കൂറോ അതിൽ കൂടുതലോ ഒക്കെ വയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. അങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമ്മുടെ റെസിപ്പി കൊണ്ടിടാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറായിട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടൊന്നുമില്ല, നേരെ കുക്കറിലേക്ക് ഇടുക, അടുപ്പത്ത് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ നമ്മൾ 1 വിസിൽ വരും. അപ്പോഴേക്ക് അതൊക്കെ ശരിക്കും കുക്കാവും. മിക്സ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല, ഇങ്ങനെ തന്നെ നമ്മൾ അപ്പോൾ ആ നീര് കംപ്ലീറ്റ് ഇതിലേക്ക് എടുക്കണം. കാരണം നമ്മുടെ മസാലയാണല്ലോ, മസാലേനെ കളയണ്ട. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറ് ആദ്യം അത് വെയിറ്റ് ഇല്ലാണ്ട് അറിയാം. കുക്കർ എല്ലാവരും എങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഞാനത് ഉണ്ണിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക കേട്ടോ. വെയിറ്റ് ഇല്ലാണ്ട് നമ്മൾ വെക്കും. അപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഉണ്ണി കണ്ടില്ലേ ഇങ്ങനെ ബബിൾസ് ഇതാന്ന്, ആ പുകയൊക്കെ വരുന്ന ആവി വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെക്കണം. ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ്. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ 1 വിസിൽ വരണം. അതാണ് ചിക്കൻ്റെ വേവ് കേട്ടോ. ഓക്കെ, ശരി. അപ്പം എന്നാൽ വെന്തിട്ട് കാണാം ഉണ്ണി. അപ്പം നമ്മളുടെ ചിക്കൻ നന്നായി വെന്തിരിക്കണം കേട്ടോ. സിമ്മാക്കിയിട്ട് 1 വിസിലാണ് വന്നത്. നമുക്കൊന്ന് ഇപ്പം ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മ ഒന്ന് ഉപ്പ് നോക്കുക. അമ്മേ അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എല്ലാം പാകമാണ് എന്നാണ് ഉത്തരം. ഇനി അടുത്തത് എന്താ പണിയെന്ന് വെച്ചാൽ നമ്മളിവിടെ വെള്ളം, അതായത് ഈ 1 ഗ്ലാസ് അരിയാണ്, അല്ല ഇതിന് 2 ഗ്ലാസ് അരി എടുത്തു. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഉപ്പിട്ട് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു. അയ്യോ ഒഴിച്ചു. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഊറ്റി വെച്ച് അരി ഇട്ടു. ഇനി അരിയിലൊന്ന് ജസ്റ്റ് പരത്തി വയ്ക്കും. പരത്തി വെച്ച് ഒന്നും കൂടി വിസിലടിക്കും. വിസിൽ വരും. അത്രയേ ഉള്ളൂ, ബിരിയാണി റെഡി. അത് കഴിഞ്ഞിട്ട് ഒരു മിനുക്ക് പണികളും കൂടി ഉണ്ട്. അപ്പോൾ കുഞ്ഞിക്കുട്ടീൻ്റെ ക്ഷമയൊക്കെ പോയി തുടങ്ങി. വേഗം ചെയ്യൂ. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറ് 1 വിസിൽ വന്നു. ഇനി അതിലേക്ക് നമുക്ക് ഡെക്കറേഷൻ വെക്കണം. കുറച്ച് നെയ്യ് ഇട്ടിട്ട്, നമ്മളിവിടെ നമ്പീഷൻസ് നെയ്യാണ് യൂസ് ചെയ്യാറുള്ളത്. നെയ്യ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സവോളയും കാഷ്യും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വലിയൊരു സവോള പകുതി സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി നമ്മൾ വറുക്കാനിടുമ്പോൾ 1 നുള്ള് ഉപ്പ് ആ ഉള്ളിയിലൊന്ന് കുഴയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ വറുക്കാനിടുന്നത്. 1 നുള്ള് ഉപ്പ് ഞാനൊന്ന് കുഴച്ചു. നെയ്യൊക്കെ ഉരുകി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്.
ഉള്ളി ഇട്ടു. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വറുത്തെടുത്തു. ഇനി അതേ നെയ്യിലേക്കാണ് നമ്മൾ കുറച്ച് കാഷ്യൂ, ഇവിടെ കുറച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം കാഷ്യൂ എന്ന് വേണം ഇവിടെ പറയാൻ. ഇവിടെ ഉണ്ണിക്ക് ആയാലും അതെ, എനിക്കായാലും അതെ, കാഷ്യൂ വലിയ ഇഷ്ടം. അതുകൊണ്ട് എന്തിലും അത് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പം പക്ഷെ മുന്തിരി അത്ര കൂടുതലായിരിക്കില്ല. മുന്തിരി ഇവിടെ ഇഷ്ടമല്ല, കുറച്ചധികം കാഷ്യൂ. അതും ഇനി നമ്മുടെ മുന്തിരി കൂടി ഒന്ന് വറുത്ത് മാറ്റണം. അപ്പോഴേക്കും നമ്മുടെ അരി അവിടെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം നമ്മുടെ കാഷ്യൂ ആയി കഴിഞ്ഞാൽ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരിയും കൂടി ഇടുക. അതൊന്നായിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് റെഡിയായി. അത് റെഡിയായാൽ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതുമായി ഇത് എടുക്കുകയാണ്. ഞാൻ തീ ഓഫാക്കി. അതെടുത്തു. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഡെക്കറേഷൻ ഐറ്റം റെഡി ചെയ്യും. നല്ല സ്മെല്ല്. അയ്യോ. അപ്പോൾ നമ്മൾ തുറന്നിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില. ഇവിടെ വീട്ടിൽ കറിവേപ്പിലുണ്ട്, അത് കാരണം ഇവിടെ എല്ലാത്തിലും കറിവേപ്പില കുറച്ച് കൂടുതലായിരിക്കും. കറിവേപ്പില ഇട്ടു. നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നു. ഉള്ളിനെ നമ്മളൊന്ന് കൈ കൊണ്ടാക്കി ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ കിടക്കാം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും റെഡിയായി. ഇവിടെ ഉണ്ണിക്കുട്ടിക്കും എനിക്കും ബിരിയാണി, അച്ഛനും അമ്മയ്ക്കും ചോറ്. അച്ഛൻ മീറ്റൊന്നും കഴിക്കില്ല, അമ്മയും അധികം ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. അമ്മയും അപ്പം ഒന്ന് ചോറാ. ഉണ്ണിക്കുട്ടി ഒന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ബിരിയാണിക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഓയിലില്ല, നമ്മൾ ജസ്റ്റ് ആ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓയിൽ കുറവായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ടേസ്റ്റ് ഉണ്ടാവും നീ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എല്ലാം പാകമാണ്. യെസ്. നമ്മളിവിടെ ചിക്കൻ കുറച്ച് അധികം വേവിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ആൾക്കാർ ഇത്ര വേവിക്കാറില്ല തോന്നുന്നു. ഇത് ഉണ്ണിക്ക് ക്ലിപ്പിട്ട കാരണം കുറച്ച് നന്നായി വേവണം. അപ്പം നമുക്ക് ബിരിയാണിക്ക് ചമ്മന്തി ഉണ്ട്, പിന്നെ ഇതൊരു ഉള്ളി തക്കാളി റോസ്റ്റ് ഉണ്ട്, പിന്നെ തൈരിൽ പച്ചമുളക് ഉള്ളിയിട്ട സാലഡ് ഉണ്ട്, പപ്പടം, അച്ഛനമ്മയ്ക്കും ചോറ്, സാമ്പാർ, വെള്ളരീൻ്റെ ചക്കക്കുരു ഇട്ട കറി, പിന്നെ പപ്പടം, തൈര്, ചമ്മന്തി. അങ്ങനെ ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പം ശരി, ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങളും കഴിക്കൂ. ടാറ്റാ. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അതെ. അപ്പം ശരി, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇവിടെ 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 ഇവിടെ. ബൈ.